ഹായ് ഓൾ. ഇന്ന് വെള്ളിയാഴ്ച ഒരു ലീവ് ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ ഒരു ഒമാനിലെ ഒരു ഫാമിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഇന്ന് ബീച്ചിലേക്ക് നടക്കാനൊന്നും പോയില്ല. സാധാരണ ബീച്ചിലേക്കാണ് നടക്കാൻ പോകാറ്. ബീച്ചിൽ 2 ദിവസം എത്തിയിട്ടില്ല. മസ്ജിദിൻ്റെ അവിടെ എത്തുമ്പോഴേ വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ നടന്നിട്ട് പോരുക ചെയ്യാറ്. ഇന്നപ്പോൾ ഒന്ന് സ്ഥലം മാറി അങ്ങനെ ഒരു ഫാമിലേക്ക് പോയതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല ചെടികളൊക്കെ തന്നെയാണ്. ഇത് കേരളമാണോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. നല്ല പച്ചപ്പാണ് യഥാർത്ഥത്തിൽ. ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ അരിവേപ്പ്, കഴിക്കുന്ന വേപ്പിൻ്റെ മരം, അതും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. വേറെ ഇതന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഫാമിൽ തന്നെ വീണ്ടും ഇതന്നെങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. കാരണം വീഡിയോയ്ക്ക് വെറുതെ ലെങ്തി ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇത് നല്ല വട്ടത്തിലുള്ളൊരു മാവ് കാണുന്നു. പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവ്, ഈ ഒട്ടുമാവൊക്കെ പോലെ പരന്ന് നിൽക്കുന്ന ഒരു മാവായിട്ടാണ് കാണുന്നത്. പിന്നെ കണ്ടില്ലേ, മത്തൻ പൂവൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ചെറിയ കായുണ്ട് കേട്ടോ. ഞാൻ മത്തൻ്റെ ഇലയൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അവരോട് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു മത്തൻ്റെ ഇല. ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല. നല്ലത് കണ്ടപ്പോൾ ഒരു കൗതുകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈന്തപ്പനകളാണ്. ഡേറ്റ്സിൻ്റെ, ഈത്തപ്പഴത്തിൻ്റെ ഈന്തപ്പനകൾ. ഇത് ഞാവൽ മരമാണ്. ഞാവലാണ്. ഇപ്പം ഞാവലും പഴമൊന്നുമില്ല. അത് എങ്ങനെ സീസണാണോ എന്നറിയില്ല. വലിയൊരു ഞാവലും പഴം. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇലങ്ങനെ തളർത്ത് വരുന്നുണ്ട്, കായ്ക്കാനായിരിക്കാം. പിന്നെ ഈ കാണുന്ന പുല്ല് ഇവർക്ക് അപ്പുറത്ത് പശു, താറാവ് അങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ പശുവിനുള്ള പുല്ലാണ് ഇതെല്ലാം. ഇത് അവർ എടുത്തിട്ട് മെഷീനിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെ മാതള നാരങ്ങ, പോമോഗ്രാനൈറ്റ്, അതിൻ്റെ റെഡ് 2 ടൈപ്പ് ഉണ്ടല്ലോ, വെള്ളയും പച്ചയും കൂടിയിട്ടും. വെള്ളയല്ല, ഒരു ലൈറ്റ് ക്രീം പോലെ, ഒരു ലൈറ്റ് ഗ്രീനും കൂടിയത്, ആ ടൈപ്പാണ് ഈ കാണുന്നത്. പിന്നെ കൊന്നപ്പൂവുണ്ട്, അതാണ് കാണുന്നത്. അല്ല, അത് കൊന്നപ്പൂവ് തന്നെ അവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അത് കൊന്നപ്പൂവാണോ, ചെറിയ സംശയം. പിന്നെ ഇത് കണ്ടില്ലേ, ലൈനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതൊരു വലിയൊരു ഔട്ട് ഹൗസ് പോലെ മെയിൻറ്റെയിൻ ഇതിൽ ഔട്ട് ഹൗസ് കാണുന്നില്ല, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ലൈനായിട്ട് വെച്ചിട്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു തെങ്ങുംതോപ്പ് പോലെയൊക്കെ തോന്നും നമുക്ക്. ഇതൊക്കെയും പുല്ലാണ്. നടുവിലെല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു പാടത്തിൻ്റെ വരമ്പത്തൊക്കെ നമ്മൾ തെങ്ങൊക്കെ വയ്ക്കില്ലേ, അതൊക്കെ പോലെ തോന്നും നമുക്ക്. നടുവിലെല്ലാം നെല്ലൊക്കെ നിൽക്കുന്ന പോലെ ഉയരത്തിലെ പുല്ലുകൾ. ഇതിങ്ങനെ ചൂടാവുമ്പോൾ ഈ പുല്ലുകൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് വേഗം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നാരകം. ഇപ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞ് കാണുന്നുണ്ട്. ചൂട് നിറയെ വരുമ്പോഴാണ് ഇവിടെ നാരങ്ങ കുഞ്ഞ് നാരങ്ങ കേട്ടോ. കണ്ടില്ലേ, മഞ്ഞ കളറിൽ നിൽക്കുന്ന ഉള്ളിൽ അങ്ങനത്തെ ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറച്ച് ഇലയെല്ലാം കൊഴിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. നിറയെ കായൊക്കെ നാരകങ്ങൾ കാണാറുണ്ട് സാധാരണ. നല്ല പുളിയും കയ്പ്പ് വളരെ കുറഞ്ഞ് നല്ലോണം നീരുള്ള ഒരു തരം നാരങ്ങയാണ്. തൊലി ഇങ്ങനെ ഒരു കട്ടിക്കുറവുള്ള പോലെ നല്ല ഒരു അടിപൊളി നാരങ്ങ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ട് വരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ മണൽ പോലെയാണ് താഴെയെല്ലാം കാണുന്നത്. നിറയെ മണൽ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു തരം മണ്ണ് കേട്ടോ, മണൽ പോലെ. ഇതിന് നനയ്ക്കും അവർ. നനച്ചതായിട്ട് കാണുന്നു. ഇത് നല്ല താഴെ ഇങ്ങനെ മണൽ പോലെ ഉള്ളതുകൊണ്ട് അത്ര തന്നെ ഇതിൻ്റെ ഈർപ്പം നിൽക്കുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ, ഒരു ഭാഗമൊക്കെ അങ്ങനെ ഇതില്ലാതെ, എല്ലൊന്നും ഇല്ലാതെ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, തെങ്ങിന് തടം വെട്ടിയ പോലെ തന്നെ നമുക്ക് തോന്നുന്നില്ലേ? തെങ്ങിൻ്റെ തടം വെട്ടിയ പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ അത് ഈന്തപ്പനകൾ ഒന്നിച്ചൊക്കെ നിൽക്കുന്നതുണ്ട്, അവിടെ ഒന്നിച്ച് വീണ് കിടക്കുന്നു. ഇവിടെ കുറച്ച് ഉയരക്കുറവ് കാണുന്നുണ്ട്. പല സ്ഥലത്തും നല്ല ഉയരം വെച്ചിരിക്കുന്നു ഈ ഈന്തപ്പന. പിന്നെ ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ആയാൽ നിറയെ കായ വരും. അവിടെ മഞ്ഞയും ചുവപ്പും കായകളുണ്ട്. ഇതൊക്കെ അവർ പുല്ല് കട്ട് ചെയ്ത് പോയ ഭാഗമാണ് കാണുന്നത്. അതൊക്കെ പെട്ടെന്ന് 2 ആഴ്ച കൊണ്ടൊക്കെ വളരുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ചാല് കയറിയിട്ട് അത് നനയ്ക്കുന്ന പോലെയാണല്ലോ നനയ്ക്കുന്നത്, കണ്ടില്ലേ? നമ്മുടെ നാട്ടിലേക്ക് അതേപോലെ തന്നെ ചാല് കയറിയിട്ട് ചാല് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, വെള്ളം വരുന്നത്. വെള്ളം എടുക്കാറുണ്ടെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് വെള്ളമാക്കാത്തതെന്ന് പറഞ്ഞു.
പിന്നെ ഇതെല്ലാം കണ്ടില്ലേ പപ്പായ ഓമ അതിൻ്റെ ഇത് മുളക് തൈയാണ് കേട്ടോ. ഇതിൻ്റെ ഇല ചുരുണ്ടിട്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ മുളക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇല ചുരുണ്ടിട്ട് കായ ഉണ്ടാവാറില്ല. ഞാൻ വിചാരിക്കാൻ എന്താ ഉണ്ടാവാത്തെന്ന്. ഇവർ അങ്ങനെ തന്നെ കണ്ടില്ലേ, പൂവ് ഇട്ടിട്ടുണ്ട്. അതേ ഒപ്പം തന്നെ ഇല ശ്രദ്ധിച്ച് നോക്കൂ, ചുരുണ്ടിട്ടാണ് നിൽക്കുന്നത്. ചെറിയ മുളക് അതാ കാണുന്നു. നിറയെ ഇതെല്ലാം ഇപ്പം നമ്മളിങ്ങനെ കണ്ടം ശരിയാക്കിയിട്ട് കൃഷി ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയെല്ലാം കാണുന്നത്. അതിങ്ങനെ ഓരോ ഏരിയ തിരിച്ചിട്ട്. ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, കഴിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു വഴുവഴുപ്പുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞു. എന്താണെന്നല്ല അറിയില്ല. ഇല വേണമെന്ന് ചോദിച്ചു, വേണ്ടെന്നും പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. ഇത് പപ്പായ ഇത് നല്ല പഴുക്കുമെന്ന് പറഞ്ഞു. നല്ല വലിപ്പം വെച്ച് നന്നായി പഴുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെയൊക്കെ തന്നെ ചെറിയ തൈകൾ അവർ നട്ടിരിക്കുകയാണ്. പപ്പായ കുറേ കണ്ടു കേട്ടോ. ഇതൊക്കെ നട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ പപ്പായ ആർക്കും വേണ്ട. കണ്ടില്ലേ, ഇടയിൽ ഒരെണ്ണം നല്ല മഞ്ഞ കളറിൽ പഴുത്ത് നിൽക്കുന്നു, ഓറഞ്ച് കളറിൽ. ഇത് വഴുതനങ്ങയാണ്. ഇടയിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പം വയ്ക്കുന്ന ആ ഒരു വയലറ്റ് കളറിലുള്ള ആ വഴുതനങ്ങ. ഇത് തക്കാളിയുടെ ചെറിയൊരു പ്ലാന്റാണ്. അതുപോലെ പപ്പായ അവർ നട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തക്കാളിയാണ്. ഇത് പപ്പായ തന്നെ. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. അത് ചീനമുളകിൻ്റെ ഇതാണ്. നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷെ കായൊന്നുമില്ല. ഇങ്ങനെ ചെറുതായി പൂവിടുന്നുണ്ട്. കൂടുതലും പപ്പായയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ. പിന്നെ ഇത് എല്ലാം വെണ്ട നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. നല്ല ഉയരം കാണുന്നു. പിന്നെ വെണ്ട പൂവെല്ലായിട്ട് കായും കാണുന്നുണ്ട്. ഒരു പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ അതെ, വെണ്ട തന്നെ കൂടുതൽ അവിടെയൊക്കെ. ആ ഒരു ഏരിയ മൊത്തം വെണ്ടയും വഴുതനങ്ങയാണ് കാണിക്കുന്നത്. വഴുതനങ്ങ നിറയെ പുഴുവൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്തോ അവർ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് പേരയാണ് തോന്നുന്നു. പേര കാണുന്ന നാട്ടിലെ, പക്ഷെ കായൊന്നുമില്ല. ഇതൊക്കെ പ്ലാന്റൊന്നും പേര അറിയില്ല. കഴിക്കുന്നതാണ് തോന്നുന്നു ഈ ഇലയെല്ലാം. പിന്നെ ഇതൊക്കെ അതെ, വെണ്ട തന്നെ കൂടുതലും വെണ്ട. ഇപ്പോൾ കുറേ ഇങ്ങനെ ഏരിയയിൽ വെണ്ട കണ്ടു. വെണ്ടയും പച്ചമുളകും പപ്പായയാണ് മെയിൻ അവർ. ഇതൊരു പപ്പായ വീണ് കിടക്കുന്നു, കുറേ ഇത്ര വീണ് കിടക്കുന്നു. എന്നിട്ടും അതിൽ ഇലയെല്ലാം നിൽക്കുന്നു, പോകുന്നില്ല ഇല. പിന്നെ ഇത് വാഴ കൂട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് കൊലയൊന്നും കാണുന്നില്ല. കൂട്ടായിട്ട് ഇങ്ങനെ വാഴകളിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ കള പൊട്ടിയിട്ടുണ്ടായതാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഇത്ര പറഞ്ഞില്ല. ഇതൊന്നും പ്ലാന്റ് ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ പുല്ലാണ് ഈ മിഡിലൊന്നും അവരൊന്നും വെക്കാത്തത്. അത് പുല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈന്തപ്പന 3 എണ്ണം ഒരുമിച്ച് നിന്നിട്ട് ഒരെണ്ണം ഇടയിൽ നിന്ന് പുഴങ്ങി വീണെടുക്കുകയാണ്. മണ്ണില്ലാതെ തോന്നുന്നു. പിന്നെ ചൂടൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നടുവിൽ ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ ഈ പുല്ല് വളർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടുണ്ട്. രാവിലെ തന്നെ നല്ല സൂര്യപ്രകാശവും സൂര്യോദിച്ചപ്പോൾ തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഇതൊരു എൻ്റെ നമ്മളിങ്ങനെ പകുതിയൊക്കെയാണ് നമ്മൾ നടന്നുള്ളൂ. ഫുള്ള് പോയില്ല. ഇത് 2 ഈന്തപ്പനകൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊക്കെ നല്ല ഉയരത്തിലാണ്. ഇതിൽ നമ്മുടെ ഈ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ ഈ തെങ്ങിൻ്റെയൊക്കെ നമ്മൾ ഈ എന്താ പറയുക, ഇതൊക്കെ കുതുമ്പൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ തെങ്ങൊക്കെ വൃത്തിയാക്കി വയ്ക്കില്ലേ, അതുപോലെയൊക്കെ അവരിങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. കായ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും. പിന്നെ അതങ്ങനെ ആയിരിക്കും. ചൂട് സമയത്താണ് ഇവിടെ ഈന്തപ്പഴം വരിക. ഇതൊക്കെ ഇങ്ങനെ വേണ്ടാത്ത കുറേ ഇങ്ങനെ ചെടികളാണ് തോന്നുന്നു. ഇവിടെ പുല്ലൊന്നും വളർത്തിയതും നനച്ചതായിട്ടൊന്നും കാണുന്നില്ല ഈ ഭാഗത്തേക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും ആ ഒരു എൻഡിലേക്കൊന്നും നമ്മൾ പോവുകയും ചെയ്തില്ല. എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ, ഒരേ കാഴ്ചകൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും നീങ്ങിപ്പോയില്ല. പിന്നെ ഈ ഫാം ഒരു കാമൻ കോയിറ്റായിട്ട് നമുക്കൊരു റിക്രിയേഷന് വേണ്ടിയിട്ട് വരാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോകൾ കാണണം എന്ന് പറയുന്നു. ഡു ലൈക്ക്, ഷെയർ.